നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ മുസ്ലിം ലീഗിൻ്റെ കൊടി ഉപയോഗിച്ചതിനെ തുടർന്ന് കോൺഗ്രസും ലീഗും തമ്മിൽ തർക്കം. കഴിഞ്ഞ ദിവസം മലപ്പുറം വണ്ടൂരിൽ നടന്ന രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിലാണ് മുസ്ലിം ലീഗിൻ്റെ പതാക അവരുടെ വിദ്യാർത്ഥി വിഭാഗമായ MSF ഉയർത്തിയത്. ഇതിന് പിന്നാലെ KSUക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ ഇരുവിഭാഗവും തമ്മിൽ കയ്യാങ്കളിയുണ്ടായി. അതിനുശേഷം കോൺഗ്രസ് പ്രവർത്തകർ ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചതെന്നുള്ള വിവരം പുറത്തു വരുന്നു. രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്ക് ശേഷമാണ് പ്രവർത്തകർ തമ്മിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയത്. രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ മുസ്ലിം ലീഗ് കൊടി ഉപയോഗിക്കുന്നതിനെ ചൊല്ലി നേരത്തെ തന്നെ പ്രവർത്തകർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഇതാണ് ഒടുവിൽ കയ്യാങ്കളിയിലേക്ക് എത്തിയത്. MSF പ്രവർത്തകരാണ് മുസ്ലിം ലീഗിൻ്റെ പതാക ഈ പ്രചരണ സമയത്ത് ഉയർത്തിയത്. ഇതിൽ ക്ഷുഭിതരായ KSU പ്രവർത്തകരാണ് MSF പ്രവർത്തകരെ ചോദ്യം ചെയ്യുകയും പിന്നീട് ഇത് അടിപിടിയിൽ കലാശിക്കുകയും ചെയ്തത്. UDF നേതാക്കൾ ഇടപെട്ട് പിന്നീട് പ്രശ്നം പരിഹരിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം, കേരളത്തിലെ UDFിലെ രണ്ടാമത്തെ ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിൻ്റെ കൊടി എന്തുകൊണ്ടാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഒരു ഇടത്ത് പ്രദർശിപ്പിക്കാൻ അല്ലെങ്കിൽ ഉയർത്താൻ പാടില്ലാത്തത്? രാഹുൽ ഗാന്ധി വരുന്നയിടത്ത് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ കൊടിതോരണങ്ങൾക്ക് ഈ വിലക്ക്? ഇത് ഇവിടെ തുടങ്ങിയതല്ല. വയനാട്ടിൽ ആദ്യമായി ഇക്കുറി രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തിയപ്പോൾ നടന്ന റോഡ് ഷോയിലൊക്കെ തന്നെ ലീഗ് കൊടിക്ക് വിലക്കായിരുന്നു. ലീഗ് കൊടിയെ രാഹുൽ ഗാന്ധിയുടെ വേദിയിൽ വിലക്കുന്നത് എന്തിന് എന്ന ചോദ്യം നേരത്തെ തന്നെ ഉയർന്നതുമാണ്. എന്നാൽ ഇക്കാര്യത്തിൽ കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഇതുവരെ ഒരക്ഷരം ഉരിയാടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. രാഹുൽ ഗാന്ധിയുടെ പ്രചരണ പരിപാടിയിൽ മുസ്ലിം ലീഗ് നേതാക്കളെപ്പോലും തഴയുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ നടക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയുടെ വാഹനത്തിൽ നിന്നും കുഞ്ഞാലിക്കുട്ടിയെ താഴെ ഇറക്കി എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നു. എന്നാൽ പിന്നീട് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടുകൊണ്ട് അദ്ദേഹം തന്നെ സ്വമേധയാ ആ വാഹനത്തിൽ നിന്നും ഇറങ്ങിയതാണെന്ന വിശദീകരണവും ഉണ്ടായി. ഇതിൻ്റെ പിന്നിലെ കാരണങ്ങൾ നമ്മൾ പരിശോധിക്കണം. അതായത് വയനാട്ടിലേക്ക് മത്സരിക്കാനായി രാഹുൽ ഗാന്ധി എത്തുന്നു. ഉത്തരേന്ത്യയിലെ ഒരു സംസ്ഥാനത്തും സുരക്ഷിതമായൊരു മണ്ഡലമില്ല എന്ന തിരിച്ചറിവിലൂടെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുന്നത്. ഇതിനെ വലിയ പ്രചരണ വിഷയമാക്കുകയാണ് ദേശീയ തലത്തിൽ BJP. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കഴിഞ്ഞ ദിവസം കണക്കിന് രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചിരുന്നു. അമേഠിയിൽ മത്സരിക്കുന്ന സ്മൃതി ഇറാനി അടക്കമുള്ളവർ ഈ രാഹുലിൻ്റെ ഒളിച്ചോട്ടത്തെ വളരെ വലിയ പ്രചരണ വിഷയമാക്കി മാറ്റുകയാണ്. അതുമാത്രവുമല്ല, ഈ വയനാട്ടിലേക്ക് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി എത്തിയത് എന്ന കാരണം അതിനെ ദേശീയ തലത്തിൽ വലിയ പ്രചാരണ വിഷയമാക്കാനുള്ള ശ്രമവും BJP ആരംഭിച്ചു കഴിഞ്ഞു. അതിന് കാരണമായി BJP പറയുന്നത് മുസ്ലിം വോട്ടുകളാണ്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത്, മുസ്ലിം വോട്ടുകൾ ധാരാളമുള്ള പ്രദേശത്ത് സുരക്ഷിത മണ്ഡലമാണെന്ന് കരുതി രാഹുൽ ഗാന്ധി അവിടേക്ക് എത്തുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും വിശ്വാസമുള്ളത് വയനാട്ടിലെ മുസ്ലിം വോട്ടുകളിലാണ്. രാജ്യത്തെ മറ്റൊരു സ്ഥലത്തുള്ള വോട്ടർമാരെയും രാഹുൽ ഗാന്ധിക്ക് വിശ്വാസമില്ല. അതിൻ്റെ കാരണം കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ഒരു അന്തർധാരയാണ്. രാഹുൽ ഗാന്ധിയുടെ ന്യൂനപക്ഷ പ്രീണനമാണ് ധൈര്യമായി വയനാട്ടിൽ വന്ന് മത്സരിക്കാൻ രാഹുൽ ഗാന്ധിയെ പ്രേരിപ്പിക്കുന്ന ഘടകം. ഇത് രാഹുൽ ഗാന്ധിക്ക് ഇവിടെ ദോഷമായി ബാധിക്കില്ലായിരിക്കാം. എന്നാൽ കേരളം ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചടിയാണ്. രാഹുൽ ഗാന്ധി കൊടുക്കുന്ന മെസ്സേജ്, വയനാട്ടിൽ വന്ന് മത്സരിച്ചതിലൂടെ രാഹുൽ ഗാന്ധി കൊടുക്കുന്ന മെസ്സേജ് ഇത്തരത്തിലൊരു മെസ്സേജാണെന്ന് BJP പ്രചരിപ്പിക്കുമ്പോൾ അത് മറ്റു സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യതയെ വളരെയധികം ബാധിക്കുന്നു. ഇത് കഴിഞ്ഞ തവണ കോൺഗ്രസ്സിന് പറ്റിയൊരു അമളിയാണ്. അതുകൊണ്ട് തന്നെ ഇക്കുറി വയനാട്ടിലേക്ക് എത്തുമ്പോൾ ബോധപൂർവമായി ലീഗിൻ്റെ പ്രചരണം അല്ലെങ്കിൽ ലീഗിൻ്റെ കൊടികളുടെ സാന്നിധ്യം പരമാവധി കുറയ്ക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു. എന്നാൽ അത് ലീഗിനോട് പറയാൻ കഴിയില്ല. എന്നാൽ കുറയ്ക്കുക വേണം താനും. അതുകൊണ്ട് തന്നെയാണ് അനൗദ്യോഗികമായൊരു നിർദ്ദേശം കോൺഗ്രസിൻ്റെ നേതൃനിര, കോൺഗ്രസിൻ്റെ പ്രാദേശിക ജില്ലാ നേതാക്കൾക്ക് നൽകിയത്. രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന യോഗങ്ങളിൽ മാത്രം മതി. യോഗങ്ങളിൽ പരമാവധി ലീഗിൻ്റെ പച്ചക്കൊടി അടക്കമുള്ളവ ഒഴിവാക്കണം.
അത് ഒഴിവാക്കിയില്ലെങ്കിൽ അതിൻ്റെ ചിത്രങ്ങൾ സഹിതം വലിയ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹിന്ദി ഹൃദയഭൂമികളിൽ BJP പ്രചരണം നടത്തും. അത് ദേശീയ തലത്തിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും. ഒന്നാമത് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാത്തത് തന്നെ BJP വലിയ രാഷ്ട്രീയ പ്രചരണായുധമാക്കി മാറ്റുകയാണ്. ആ സാഹചര്യത്തിൽ BJP കോൺഗ്രസിനെ ഒരു കോൺഗ്രസ് ഒരു ഹൈന്ദവ വിരുദ്ധ പാർട്ടിയാണെന്നുള്ള വലിയ ഒരു പ്രചരണത്തിന് BJP തയ്യാറെടുക്കും. അതിനാവശ്യമായ മെറ്റീരിയൽസ്, അതിനാവശ്യമായ തെളിവുകൾ നമ്മൾ ഉണ്ടാക്കി നൽകേണ്ടതില്ല എന്ന ഒരു തീരുമാനം കോൺഗ്രസ് എടുക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് അത് ന്യായമായ കാര്യമാണ്. കാരണം രാഹുൽ ഗാന്ധി കേരളത്തിൽ മാത്രമുള്ള നേതാവല്ല, രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ ദേശീയ നേതാവാണ്, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. അപ്പോൾ അദ്ദേഹത്തിനെ വിജയിപ്പിച്ചെടുക്കുക, അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ വിജയിപ്പിക്കുക എന്നുള്ളതൊക്കെ വലിയ കാര്യമാണ്. എന്നാൽ ഉയരുന്ന ചോദ്യം മറ്റൊന്നാണ്. ഇത്രയും നാണം കെട്ടുകൊണ്ട് എന്തിനാണ് ലീഗ് ഈ UDFൽ കടിച്ചു തൂങ്ങുന്നത്? ലീഗിൻ്റെ വോട്ട് കൊണ്ടാണ് പല മണ്ഡലങ്ങളിലും കേരളത്തിൽ കോൺഗ്രസ് ജയിക്കുന്നത്. ഇപ്പോൾ വയനാട്ടിൽ തന്നെ ലീഗിൻ്റെ വോട്ടാണ് ഏറ്റവും നിർണായകം, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടാണ് നിർണായകം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ സ്വന്തം കൊടി പോലും രാഹുൽ ഗാന്ധിയുടെ പ്രചരണ യോഗത്തിൽ ഉയർത്താൻ കഴിയാതെ, സ്വന്തം കൊടി പുറത്തെടുക്കാൻ കഴിയാതെ, സ്വന്തം അസ്തിത്വം വെളിപ്പെടുത്താൻ കഴിയാതെ, സ്വന്തം നേതാക്കൾക്ക് രാഹുൽ ഗാന്ധിയുടെ പ്രചരണ വാഹനത്തിൽ കയറാൻ പറ്റാതെ ഒരു അധികപ്പറ്റായി നിന്നുകൊണ്ട് UDF സംവിധാനത്തെ കെട്ടുറപ്പുള്ളതാക്കി മാറ്റാൻ എന്ത് കാരണമാണ് ലീഗിനുള്ളത്? ലീഗിന് സ്വതന്ത്രമായി ചിന്തിച്ചാൽ മതിയല്ലോ. ലീഗിനോട് ഇത്രത്തോളം നിഷേധമായ സമീപനം കോൺഗ്രസ് സ്വീകരിച്ചിട്ടും നാണം കെട്ട മുന്നണിയിൽ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ഗതികേട് ലീഗിന് എന്തുകൊണ്ട് ഉണ്ടായി? ഇപ്പോൾ ഈ വണ്ടൂരിലെ സംഭവം തന്നെ നമുക്ക് അറിയാമല്ലോ. രാഹുൽ ഗാന്ധി വന്ന പരിപാടിയിൽ ലീഗിൻ്റെ പതാക ഉയർത്തുന്നു, ലീഗിൻ്റെ കൊടി ഉയർത്തുന്നു. ലീഗ് എന്ന് പറയുന്നത് കേരളത്തിലെ UDFൻ്റെ രണ്ടാമത്തെ മുന്നണിയാണ്, രണ്ടാമത്തെ പാർട്ടിയാണ്. ലീഗ് എന്നത് കേരളത്തിലെ UDF മുന്നണിയുടെ രണ്ടാമത്തെ ശക്തിയുള്ള പാർട്ടിയാണ്. ആ പാർട്ടിയുടെ കൊടി തോരണം രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ ഉയർത്തിയാൽ എന്താണ് തെറ്റ്? ആ ഉയർത്തിയ MSF പ്രവർത്തകർക്ക് KSU പ്രവർത്തകരുടെ നല്ല അടി കിട്ടി. അത് എന്നിട്ട് UDF പ്രവർത്തകർ ഇടപെട്ടാണ് പ്രശ്നം അവസാനിപ്പിച്ചത്. അപ്പോൾ ഇത് നിരന്തരമായി ലീഗിനെ അപമാനിക്കുകയാണ് കേരളത്തിൽ കോൺഗ്രസ്. വയനാട്ടിൽ ലീഗിൻ്റെ കൊടി ഒരെണ്ണം പോലും പ്രദർശിപ്പിക്കാൻ സമ്മതിച്ചില്ല, ഒരെണ്ണം പോലും രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ ഉയർത്താൻ സാധിച്ചില്ല. ഇപ്പോൾ ഇതാ വണ്ടൂരും, മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും ശക്തമായ സാന്നിധ്യമുള്ള മലപ്പുറം ജില്ലയിലെ വണ്ടൂര്, ആ വണ്ടൂരിൽ പോലും രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ ലീഗിൻ്റെ കൊടി ഉയർത്താൻ പറ്റാത്ത സാഹചര്യമാണ് ലീഗിനുള്ളത്. ലീഗ് ഇത്രത്തോളം അപമാനം സഹിച്ച്, ഇത്രത്തോളം അവഹേളനം സഹിച്ച് എന്തിനാ മുന്നണിയിൽ തുടരുന്നു, എന്തിന് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഈ നേരത്തെ തന്നെ UDF സംവിധാനത്തിൽ അതൃപ്തരാണ് മുസ്ലിം ലീഗ്. ഏത് നിമിഷവും LDFിലേക്ക് ചേക്കാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്തായാലും ഇപ്പോഴുള്ള ഈ അവഹേളനം, ഈ വയനാട്ടിലും വണ്ടൂരിലുമൊക്കെ നേരിട്ട ഈ വലിയ അപമാനം, അത് മുസ്ലിം ലീഗിനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.